തീരം അനിമേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിലും ബൈബിൾ റഫറൻസുകളിലും വേദനയും ആനന്ദവും ദൈവത്തിൽ നിന്ന് മനുഷ്യരാശിയെ വ്യതിചലിപ്പിക്കുന്നതിനോ വഞ്ചിക്കുന്നതിനോ പ്രലോഭിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായി കാണാൻ കഴിയും. ദൈവത്തിന്റെ പാതയിൽ നിന്ന് ആളുകളെ വഴിതിരിച്ചുവിടുന്ന കഷ്ടപ്പാടുകളും പാപപൂർണമായ ആനന്ദം തേടുന്നതും എങ്ങനെ ആത്മീയ ഇടർച്ചകളായി വർത്തിക്കുമെന്ന് ബൈബിൾ പലപ്പോഴും ചിത്രീകരിക്കുന്നു. വേദന ഒരു ആയുധമായി ദൈവത്തിന്റെ നന്മയെയും ശക്തിയെയും വിശ്വാസികളെ സംശയിക്കുവാൻ പിശാച് പലപ്പോഴും വേദന മുതലെടുക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് തന്റെ വേദനയ്ക്ക് മറുപടിയായി ദൈവത്തെ ശപിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സാത്താൻ ഇയ്യോബിനെ വളരെയധികം കഷ്ടപ്പെടുത്തുന്നു. ഇയ്യോബ് 1:6 ഇയ്യോബിന്റെ കഷ്ടപ്പാടുകൾ വിശ്വാസത്തിന്റെ ഒരു പരീക്ഷണമായി ചിത്രീകരിക്കപ്പെടുന്നു. അവിടെ ദൈവത്തിന്റെ നീതിയിലുള്ള ഇയ്യോബിന്റെ വിശ്വാസത്തെ ഇളക്കിവിടാൻ സാത്താൻ ശാരീരികവും വൈകാരികവുമായ വേദന കൈകാര്യം ചെയ്യുന്നു. ഇയ്യോബിന്റെ വിശ്വാസം ആത്യന്തികമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വിശ്വാസത്തെ വെല്ലുവിളിക്കാനും ദുർബലപ്പെടുത്താനും പിശാച് എങ്ങനെ വേദന ഉപയോഗിക്കുന്നുവെന്ന് അവന്റെ കഥ അടിവരയിടുന്നു. 2 കൊരിന്ത്യർ 12:9 പൗലോസ് ഈ ആത്മീയ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അവിടെ തന്നെ പീഡിപ്പിക്കുന്ന ഈ ജഡത്തിലെ മുള്ളിനെ പരാമർശിക്കുന്നു. സാത്താന്റെ ദൂതൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു, എന്നാൽ കഷ്ടപ്പാടുകൾക്കിടയിലും ദൈവകൃപ മതിയെന്ന് വെളിപ്പെടുത്തുന്നു. ആനന്ദം ഒരു ആയുധം പോലെ ആളുകളെ വഴിതെറ്റിക്കാൻ പിശാച് പാപപൂർണമായ ആനന്ദങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു. 1 യോഹന്നാൻ 2 ജഡമോഹം, കണ്ണുകളുടെ മോഹം, ജീവന്റെ അഹങ്കാരം എന്നിവ പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നുള്ള ലോകത്തിന്റെ കാര്യങ്ങളായി തിരിച്ചറിയുന്നു. ആനന്ദത്തിനായുള്ള ഈ ആഗ്രഹങ്ങൾ വിശ്വാസികൾക്കും ദൈവത്തിനും ഇടയിൽ വിള്ളലുണ്ടാക്കും. ആത്യന്തികമായി വേദനയും ആനന്ദവും സത്യത്തെ വളച്ചൊടിക്കാൻ പിശാച് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. എന്നാൽ ദൈവത്തിലുള്ള ആശ്രയം അത്തരം പ്രലോഭനത്തിനെതിരെ ശക്തി പ്രദാനം ചെയ്യുന്നുവെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു.